ഇവിടെ ഒരാൾ എനിക്ക് സ്പെഷ്യലായിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകട്ടത്. ഞാൻ വിചാരിച്ചു ഇവനെ ഇവിടേക്ക് പോണത് എന്ന്. അപ്പോൾ എന്താ, ഈ നമ്മളെ വലിയ നാരങ്ങ ഉണ്ടല്ലോ, ആ നാരങ്ങയുടെ ഇലയാണ് ഈ പറിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എന്തിനാണ്, ഇത് സ്പെഷ്യലായിട്ടുള്ളതായിരിക്കുമല്ലോ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു സ്പെഷ്യലായിട്ടാകുമ്പോൾ ചിലപ്പോൾ അത് നാരങ്ങയുടെ കൂടെ ആഡ് ചെയ്യാനുള്ളതായിരിക്കും, കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി ചെയ്യാനായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്ക് പിന്നെ അത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എനിക്ക് മനസ്സിലായത് ഇതെന്താ പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലയ്ക്ക് കഴുകിയിട്ട് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യണം കേട്ടോ. അപ്പോൾ ഇലയ്ക്ക് കഴുകിയിട്ട് നിൻ്റെ അടുത്ത് പറഞ്ഞാൽ നല്ല ഉപ്പിട്ട നാരങ്ങ വെള്ളമാണ്, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഊരിയെടുക്കണം. അപ്പം ഞാനിങ്ങനെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോകുന്നത് കേട്ടോ. അത് വേറൊരു കാര്യം. എന്നിട്ട് ഇവൻ എന്തൊക്കെയോ ഇലകളൊക്കെ പിച്ചിപ്പറിച്ച് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇവൻ്റെ കയ്യിൽ ഞാൻ എന്തോ ഒന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എൻ്റെ കയ്യിൽ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. ഞാനത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും നേരം എൻ്റെ മുടിയിൽ കടന്നിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. സ്കെച്ച് ഉണ്ടാവുമല്ലോ, മാർക്കർ, അത് വെച്ചിട്ട് എൻ്റെ മുടി ഇങ്ങനെ നമ്മളിങ്ങനെ ചുറ്റി 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 അങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എന്താ പറയുക, അത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിലാണ് ഇപ്പം പറഞ്ഞ് എനിക്ക് ഉണ്ടാക്കി തരാമെന്ന്. അപ്പം അങ്ങനെ ഉണ്ടാക്കി തരാം കേട്ടോ. ഇത് പറിച്ചിട്ടും കഴിയണമൊന്നും ഇല്ല തോന്നുന്നു. ഇത് മുഴുവനായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇനി മൂരും വെള്ളം വല്ലതുമാണോ ചോദിച്ചു. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇത് എൻ്റെ മാർക്കറിൻ്റെ ഇത് കാണിച്ചത്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇനി അടുത്ത് നാരങ്ങയൊക്കെ എടുക്കാൻ പോവായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണം. അല്ല, എനിക്കാണ് തെറ്റ് പറ്റിയത്, വേറെ ആർക്കുമല്ല. എന്നിട്ട് ഇവൻ എന്ത് ചെയ്ത്, കുറച്ച് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇനിയിപ്പോൾ എപ്പോഴും ഇവൻ നാരങ്ങ ഇടുക എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പാണ്. ഉപ്പ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ വാരി വിതറുന്നുണ്ടായിരുന്നു. ഉപ്പ് അധികം ഒന്നും ഇല്ല, കുറച്ച് ഇടണുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു ഇത്ര മതിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് മതി. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കണമൊക്കെ ഉണ്ട്. പിന്നെ നാരങ്ങയൊന്നും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. നാരങ്ങ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്നെ പറ്റിക്കായിരുന്നു. ഇപ്പം ഫുള്ള് ഉടായ്പാണ്. നാരങ്ങയുടെ ഇല വെച്ചിട്ടാണ് ഇപ്പം നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ചിരുന്നത്. എന്നിട്ടിപ്പം നല്ല ടേസ്റ്റാണ്, സ്പെഷ്യലാണിത്, നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ആക്കണം. എന്നിട്ട് ഇവൻ ആ നാരങ്ങയുടെ ഇലയൊക്കെ കൈകൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ കുടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. എന്നിട്ട് ഇവൻ തന്നെ ആദ്യം കുടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ തന്നെ കുടിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് കുറച്ച് തന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നിട്ട് കുടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് വെറും മറ്റേ ഉപ്പുവെള്ളം ഉണ്ടല്ലോ അത് തന്നെ. പിന്നെ ചെറുതായിട്ട് മറ്റേ നാരങ്ങയുടെ ഇലയുടെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു, അത്ര തന്നെ. അതാണ് ഇവൻ്റെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞത്. മേലാൻ ഉണ്ടാക്കി തരരുത് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അത് ഓരോ വിക്രസുകൾ കാട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കോഴിന് ഓടിക്കുകയാണ്. പിന്നെ പുറത്ത് മഴ ഉള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അകത്ത് ഓരോ വിക്രസുകൾ കാണിക്കുകയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ കലാപരിതകൾ